കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് വടക്കുംനാഥ ക്ഷേത്രം. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പൂർണ്ണമായും മരത്തിലും കല്ലിലും നിർമ്മിച്ച അതിന്റെ തനതായ വാസ്തുവിദ്യാ ഘടനയാൽ പ്രശംസനീയമാണ്. ഈ ക്ഷേത്രത്തിന് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡുകളിൽ അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ഇത്. അതിമനോഹരമായ ചുമർ ചിത്രങ്ങളും മരപ്പണികളും കൊത്തുപണികളുള്ള തടിയിൽ തീർത്ത ശില്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇത് രാജ്യത്തിന്റെ സംസ്കാരം, പൈതൃകം, വാസ്തുവിദ്യാ വൈഭവം, മഹത്തായ ചരിത്രം എന്നിവ എടുത്തു കാണിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമായ തൃശൂർ പൂരം അതിന്റെ ഐശ്വര്യവും ചടുലതയും വ്യാപ്തിയും കാരണം പലപ്പോഴും ഉത്സവങ്ങളുടെ ഉത്സവം എന്ന് വിളിക്കപ്പെടുന്നു. കൊച്ചി മഹാരാജാവായ ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. തൃശൂർ പൂരം ആരംഭിക്കുന്നതിനു മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവം ആറാട്ടുപുഴ പൂരം ആയിരുന്നു. ഈ പൂരത്തിൽ തൃശൂർ നഗരത്തിലും പരിസരത്തുമുള്ള ക്ഷേത്രങ്ങൾ സ്ഥിരം പങ്കാളികളായിരുന്നു. 1976 തോരാത്ത മഴ കാരണം തൃശൂർ നഗരത്തിലും പരിസരത്തുമുള്ള ക്ഷേത്രങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് എത്താൻ വൈകുകയും പൂരത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു. നിഷേധത്തിന് അപമാനവും ദേഷ്യവും തോന്നിയ ക്ഷേത്ര സംഘങ്ങൾ ശക്തൻ തമ്പുരാനോട് പരാതിപ്പെട്ടു. അതേ വർഷം മെയ് മാസത്തിലെ പൂരം നാളിൽ തൃശൂർ പൂരം ഒരു ബഹുജനോത്സവമായി ആരംഭിച്ച് നിരോധനത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1796 മുതൽ തൃശൂർ പൂരം ആഘോഷിച്ചു വരുന്നു. തൃശൂർ സ്വരാജ് റൌണ്ടിലെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ഷൊർണൂർ റോഡിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ 2 വിഭാഗങ്ങളാണ് പൂരത്തിന് പ്രധാന നേതൃത്വം നൽകുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, അയ്യന്തോൾ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളും, പാറമേക്കാവ് വിഭാഗത്തിൽ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, കണിമംഗലം ശാസ്താക്ഷേത്രം എന്നീ 6 ക്ഷേത്രങ്ങളും ഉൾപ്പെടുന്നു. ഉത്സവത്തിന് കൊടിയേറി 7ാം ദിവസമാണ് പൂരം നടക്കുന്നത്. ഇതാണ് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹം ആനപ്പുറത്ത് കൊണ്ടുവന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട ക്ഷേത്രത്തിനകത്തുനിന്ന് തുറക്കുന്ന ആചാരമാണ് പൂരവിളംബരം. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടുകൂടിയാണ് പൂരം ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പും നടക്കും. 200-ൽ അധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യമേളമായ മഠത്തിൽ വരവ് തൃശൂർ പൂരത്തിലെ പ്രധാന പരിപാടികളിലൊന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്രത്തിനകത്ത് ആരംഭിക്കുന്ന ഇലഞ്ഞിത്തറ മേളമാണ് പൂരത്തിന്റെ കേന്ദ്ര ആകർഷണങ്ങളിലൊന്ന്. ഇലഞ്ഞിത്തറ മേളത്തിനു ശേഷം പാറമേക്കാവ് തിരുവമ്പാടി സംഘങ്ങൾ പടിഞ്ഞാറേ ഗോപുരനടയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്ക് വന്ന് മുഖാമുഖം അണിനിരക്കും. പിന്നീട് മേളത്തിന്റെ സാന്നിധ്യത്തിൽ ആനകളുടെ മുകളിൽ വർണ്ണാഭമായ കുടമാറ്റം എന്ന ചടങ്ങ് നടക്കുന്നു. പാണ്ടിമേളത്തിന്റെ അകമ്പടിയിലാണ് കുടമാറ്റം നടക്കുന്നത്. 2024 ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം നടക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ അടുത്ത ദിവസം പൂരത്തിന്റെ അവസാന ഇനമായ പകൽപൂരം നടക്കുന്നു. സാധാരണയായി തൃശൂരിൽ നിന്നുള്ള പ്രദേശവാസികൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തൃശൂർക്കാർക്ക് പൂരം ഒരു ഉത്സവം മാത്രമല്ല, ആതിഥ്യ മര്യാദയുടെ സമയം കൂടിയാണ്. സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന അവസാന പരിപാടിയാണ് ഉപചാരം ചൊല്ലി പിരിയൽ. പൂരം ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും വിഗ്രഹങ്ങൾ സ്വരാജ് റൌണ്ടിൽ നിന്ന് അതത് ക്ഷേത്രങ്ങളിലെത്തിക്കുന്നു.
പകൽ വെടിക്കെട്ട് എന്നറിയപ്പെടുന്ന കരിമരുന്ന് പ്രയോഗത്തോടെ ഉത്സവം അവസാനിക്കും. പൂരത്തിന്റെ ശ്രദ്ധേയമായൊരു സവിശേഷത അതിന്റെ മതേതര സ്വഭാവമാണ്. പന്തൽ സൃഷ്ടികളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായമാണ് നിർമ്മിക്കുന്നത്. കുടമാറ്റത്തിനുള്ള കുടകൾക്കുള്ള സാമഗ്രികൾ പള്ളികൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രദേശത്ത് ചരിത്രപരമായി നിലനിന്നിരുന്ന വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഈ സൗഹാർദ്ദപരമായ ബന്ധം കേരളീയർക്ക് അത്യന്തം അഭിമാനകരമാണ്.